ഒരു രാജ്യത്തിൻ്റെ സൈന്യം എങ്ങനെ ആ രാജ്യം കാക്കുന്നുവോ അതേ നിലയിൽ CPIMൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന പാർട്ടി സൈന്യമാണ് ഈ ചുവപ്പൻ പട്ടാളം. ജപ്പാൻ കടന്നാക്രമണം നടത്തിയ സമയത്ത് മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ചുവപ്പൻ സേനയാണ് ചൈനയുടെ പ്രതിരോധമായത്. ലോങ് മാർച്ചിലും മാവോയോടൊപ്പം ഈ ചുവപ്പൻ പട്ടാളം മാർച്ച് ചെയ്തു. കേരളത്തിലുമുണ്ട് ചുവപ്പൻ പട്ടാളത്തിന് ഒരു ഭൂതകാലം. കുടികിടപ്പ് സമരകാലത്ത് സമരസഖാക്കളെ സഹായിക്കാൻ AKGയുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ ഒരു സംഘം രൂപീകരിച്ചു. സമരത്തിൻ്റെ സർവ്വമേഖലകളിലും പിന്നീട് ഈ സംഘം നിറസാന്നിധ്യമായി. സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ ഈ സൈന്യം സേവന സന്നദ്ധമായി എന്നുമുണ്ടായിരുന്നു. AKGയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ സേനയെ എതിരാളികളും നാട്ടുകാരും പിന്നീട് ഗോപാലൻ സേന എന്ന് വിളിച്ചു കളിയാക്കി. പക്ഷേ പിന്നീടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഈ സൈന്യം പാർട്ടിക്ക് മുതൽക്കൂട്ടാവുകയായിരുന്നു. ചുവപ്പൻ കോട്ട തകരാതെ എതിരാളികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുകയും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിലും സേവന സന്നദ്ധമായി പാർട്ടി സഖാക്കൾക്ക് സഹായമാവുകയാണ് വളണ്ടിയർമാരുടെ ചുമതല. AKGയുടെ ഗോപാലൻ സേന മുതൽ സർവസജ്ജമായ ഇന്നത്തെ സൈന്യം വരെയുള്ള സമരസഞ്ചാരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ ചുവപ്പൻ പട്ടാളത്തിലും നടന്നിട്ടുണ്ട്. ആദ്യകാലത്ത് സ്ത്രീകൾ ഈ സേനയിൽ അംഗങ്ങളായിരുന്നില്ല. പിന്നീട് സ്ത്രീകളെ അംഗങ്ങളാക്കി പട്ടാള ചിട്ടയോടെയുള്ള പരിശീലനം നൽകാൻ തുടങ്ങി. യൂണിഫോമും പിന്നീട് ഈ സേനയുടെ ഭാഗമായി. RSSൽ നിന്നും പ്രതിരോധം രൂക്ഷമായ ഘട്ടത്തിൽ പ്രതിരോധത്തിൻ്റെ അടയാളമെന്നോണം കുറുവടിയുമായി ഈ സംഘം മാർച്ച് നടത്തി. പിന്നീട് അത് ഒഴിവാക്കി. ജനറൽ ന്യൂട്രൽ യൂണിഫോം ചർച്ചയായതോടെ ഈ ചുവപ്പൻ സൈന്യത്തിലും അത് നടപ്പിലാക്കി. അങ്ങനെ സർവ്വമേഖലകളിലും കാലത്തിനോടൊപ്പം തന്നെ ഈ സേനയും സഞ്ചരിക്കുകയാണ്. ജില്ലകളിലെ ക്യാപ്റ്റന്മാരാണ് ആ ജില്ലയിലെ സേനയുടെ ചുമതലക്കാരൻ. പാർട്ടിയുടെ നേതാക്കൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പ്രവർത്തനങ്ങളിൽ വളണ്ടിയർമാർ പങ്കാളികളാകണം. ദിവസങ്ങളും മാസങ്ങളും നീണ്ട പരിശീലനത്തിലൂടെയാണ് റെഡ് വളണ്ടിയർമാരെ പാർട്ടി രൂപപ്പെടുത്തുന്നത്. പാർട്ടിയുടെ സംഘടനാ കരുത്ത് വിളിച്ചോതുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.